അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം, അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാം. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം, അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മതസൗഹാർദ്ദത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നല്ല പോലെ സൂക്ഷിക്കണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് കള്ളമാകരുത്, കള്ളം പ്രചരിപ്പിക്കരുത്. ഖുർആനിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കരുത്, ഹദീസിന്റെ പേരിലും കള്ളം പ്രചരിപ്പിക്കരുത്. സൗഹാർദ്ദം നല്ലതാണ്, സൗഹാർദ്ദമാണ് ആവശ്യമുള്ളത്. മതസൗഹാർദ്ദമല്ല, മാനവ സൗഹാർദ്ദമാണ്. ഇവിടെ മതത്തിനെ കൂട്ടിക്കലക്കരുത്. മതത്തിനെ ഇവിടെ കൂട്ടിക്കലക്കാൻ അവർക്ക് ആർക്കും അവകാശമില്ല. അവന്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വലുതാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ എന്ന് കള്ളം പറയരുത്. ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യരുത്. സൗഹാർദ്ദത്തിന് വേണ്ടി രണ്ട് വാക്കുകൾ പറഞ്ഞാൽ മതി. ഇവിടെയാണ് ഖുർആനിനെ സംബന്ധിച്ചത് ഹക്കായിരിക്കണം. അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്തെടുക്കുന്നതും അള്ളാഹുവിനെ വിശ്വസിക്കുന്നതുമായ ആൾക്കാർ വിശ്വാസത്തിലെ അടിവര വെക്കരുത്. അതുപോലെ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് അള്ളാഹുവിലേക്ക് മാത്രം ആരാധിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ പറയാനില്ല. ഇത്തരം കാര്യങ്ങളും വിശ്വാസകരമായ കാര്യങ്ങളുമല്ല. അതാണ് ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി മറ്റുള്ളവർ സഹായിക്കുകയും മറ്റുള്ളവരെ വേദനയിൽ നമ്മൾ പങ്കുചേരുകയും മറ്റുള്ളവരെ ദാഹം തീർക്കുകയും സൗഹാർദ്ദമായി എല്ലാവരും മനുഷ്യന്മാരായി ജീവിക്കാൻ വേണ്ടി, സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണമെന്നല്ലാതെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വലുതാണ്. അതിന്റെ വിശ്വാസത്തിനെയും മറ്റുള്ള വിശ്വാസങ്ങളെയും കൂട്ടിക്കലർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കായി പറയുമ്പോൾ അത് കള്ളമാകരുത്. സത്യമുണ്ടെങ്കിലേ പറയാവൂ. ഖുർആനിന്റെ കാര്യം എല്ലാ സ്ഥലത്തും വളമ്പാനുള്ളതല്ല. അത് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ അവസാനം 2 വീഡിയോകൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏത് സ്റ്റേജിലാണ് എന്താണ് പറയുന്നത്. ഒരു വിവരമില്ലാത്ത രീതിയിലാണ് ഇവർ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ഇവർക്ക് കിട്ടുന്ന സ്റ്റേജും ബഹുമതിയും അതുപോലെയുള്ള ഇവരുടെ ക്യാഷ് ഉണ്ടാക്കലും ഇതെല്ലാമാണ് സംഭവിക്കുന്നത്. ഇവർക്ക് അള്ളാഹുവിലേക്കുള്ള വിശ്വാസം ഉറച്ചിട്ടില്ല. അള്ളാഹുവിനോട് ഇവർക്ക് വിശ്വാസമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ദീൻ അത് എന്താണെന്ന് ശരിയായ രീതിയിൽ പറയുന്ന സ്ഥലത്തെ പറയാവൂ. ഏതെങ്കിലും സ്റ്റേജിലോ റോട്ടിലോ ഇരുന്ന് പറയാനുള്ളതല്ല. ഖുർആനും ഹദീസും എന്ന് പോലും മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടെ ഉള്ളവർ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം. അതല്ലെങ്കിൽ വളരെ അബദ്ധമാണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കണം. അവസാനം നിങ്ങൾ 2 വീഡിയോകൾ കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ ശോഭയാത്ര പോകുമ്പോൾ അവർക്ക് കുടിവെള്ളം, ദാഹജലം നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങളും ജാതി മത ഭേദമന്യേ എല്ലാ സമൂഹങ്ങളോടും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു പ്രവർത്തനമാണ്. ഒരു മതസൗഹാർദ്ദം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തനത്തിന് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട അഹമ്മദിയ മുസ്ലിംസിന് ഒരു ഉണ്ടല്ലോ. ഞങ്ങൾ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആൻ പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ, ദൈവദൂതന്മാർ അവതരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ
ഈ വിശുദ്ധ ഖുർആന്റെ ഈ ഒരു അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ വന്ന മഹാനായ ഒരു പ്രവാചകനായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി, ഇന്ത്യയിൽ കാർവർണ്ണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കണ്ണൻ എന്നായിരുന്നു. അറബിയിൽ ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ വാക്ക് ഇങ്ങനെയാണ്, ഹദീസിൽ വന്നിട്ടുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: കാനഫിൽ ഹിന്ദി നബിയൻ അസ്വദുൽ ലൗനി ഇസ്മുഹു കാഹിന. ഇന്ത്യയിൽ കാർവർണ്ണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണൻ എന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ വന്ന പ്രവാചകനാണ് ഹദ്റത്ത് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ മറ്റൊരു അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനിൽ കൂടി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീകൃഷ്ണൻ മാത്രമല്ല, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ ഇവരൊക്കെ ഇന്ത്യയിൽ വന്നതാണ്. കൺഫ്യൂഷ്യസ്, സൊറാഷ്ട്രർ മുതലായ പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ളത്. സ്മരിക്കാറുമുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. അതാണ് സ്വാമിജി പറഞ്ഞത്, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിന് വളരെയധികം ആഴത്തിലുള്ള ഒരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിന്ത 50 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പാഞ്ഞുപോയി. സ്വാമിജിയുടെ അതാണ് ഹൃദയത്തിൽ, ഞങ്ങളുടെ അതിൽ പറയാറുണ്ട്, ഔലിയാക്കൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സ്വാമിജി എന്ന് പറഞ്ഞാൽ ഔലിയാക്കൽ എന്ന് പറയും അറബിയിൽ. അവർക്ക് മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ തന്നെ പറയാനുള്ള ആ കഴിവുണ്ട്. അവർക്ക് അറബിയിൽ പറയാ ഷെയ്ഖ് എന്നാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക രംഗത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പവറാണ് ഷെയ്ഖ്. അപ്പോൾ സ്വാമിജി എൻ്റെയും കൂടി ഒരു ഷെയ്ഖാണ് എന്ന് ഞാൻ പറയുകയാണ് ഈ സമയത്ത്. സ്വാമിജിയെ കാണുമ്പോൾ എന്നോട് പലരും പറഞ്ഞു, പല കാര്യങ്ങളും സ്വാമിജിയെ കണ്ട് സംസാരിച്ചാൽ നേടും. ഞാനൊന്നും സ്വാമിജിയോട് അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങനെ കഴിവുള്ള സ്വാമിജി ആണെങ്കിൽ നമ്മുടെ മനസ്സറിയല്ലോ, സ്വാമിജി ഇങ്ങോട്ട് പറയട്ടെ എന്ന് വെച്ചു. എന്നോട് ആദ്യം തന്നെ സ്വാമിജി പറഞ്ഞത്, ഞാൻ ആദ്യം കഴിച്ച എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ തുടക്കമാണ് ആദ്യം സ്വാമിജി തുടക്കമിട്ടത്. ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിച്ചത് 40ാമത്തെ വാർഷികത്തിലേക്കാണ് ഞാൻ വരുന്നത്, ജന്മദിനം. ഈ 40ന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനായത് 40ാമത്തെ വയസ്സിലാണ്. 39 വയസ്സ് വരെ അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു. 40ാമത്തെ വയസ്സിലാണ് ദൈവം മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി നിശ്ചയിക്കുന്നത്. മുസ്ലിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്, 40 വ്യക്തികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം അക്സെപ്റ്റ് ചെയ്യും. 40-നെല്ലാം വിശ്വാസമുണ്ട്. 40 ഞങ്ങൾക്കൊരു പള്ളിയിൽ ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന തുടങ്ങണമെങ്കിൽ 40 ആൾ വേണം. ഒരു പള്ളിയിലൊരു പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തണമെങ്കിൽ 40 ആൾ വേണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടു. ഇന്നാണ് ഞാൻ ചിന്തിച്ചത്, ഈ നോട്ടീസ് എടുത്ത് നോക്കിയത്, 40ാമത്തെ ജന്മദിനത്തിനാണല്ലോ സ്വാമിജി എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ സ്വാമിജി ആരാണെന്നും സ്വാമിജി എന്താണെന്നും സ്വാമിജി എങ്ങനെയാണെന്നും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതല്ല, ഇനി മനസ്സിലാക്കാൻ പോകണേ ഉള്ളൂ. 40ൻ്റെ അവിടുന്ന് അങ്ങോട്ടാണ് ഇനി മനസ്സിലാക്കാൻ പോകണേ ഉള്ളൂ. ഈ കാണുന്ന കെട്ടിടങ്ങളും ഈ കാണുന്ന സന്നിവേശങ്ങളും അല്ല സ്വാമിജി. സ്വാമിജിയുടെ ഹൃദയത്തിൽ കിടക്കുന്ന മറ്റൊരു സ്വാമിജിയുണ്ട്. ആ സ്വാമിജിയെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ സ്വാമിജിയെ നമുക്ക് കണ്ടെത്താനുള്ള ബദ്ധപ്പാടിലാണ്, ആ സ്വാമിജിയെ കണ്ടെത്താനുള്ള ധൃതിയിലാണ് നമ്മൾ. നമ്മുടെ ഒരു പുരുഷായുസ് അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ സമർപ്പിച്ചാലും സ്വാമിജി ആരാണെന്ന് നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. ഉറപ്പാണ് ആ കാര്യം. മനസ്സിലാക്കും തോറും പിന്നെയും മനസ്സിലാക്കാൻ ബാക്കി ഉണ്ടാവും. അത്രയും വലിയ സ്ഥാനത്തിരുത്തിയ ദൈവം നിയോഗിച്ച ഒരു മഹാത്മാവാണ് സ്വാമിജി. ഞാനിന്നിങ്ങോട്ട് വരുമ്പോൾ ചിന്തിച്ചു, ഖുറാനിലാകെ 25 പ്രവാചകന്മാരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു 1,24,000 പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. ഖുർആനിലാകെ 25 ആളുടെ പേരേ ഉള്ളൂ. ബാക്കി 1,33,99,975 ആൾ എവിടെ? ആ വഴിക്കുള്ളൊരു അന്വേഷണം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പോയി ശ്രീരാമനിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക്, ഹനുമാനിലേക്ക്.
അങ്ങനെ ചരിത്രത്തിൻ്റെ ആഴത്തിലേക്കൊക്കെ പോയി.